നോമ്പിൻ്റെ നനച്ചുള്ളിപ്പണിയും ഏട്ടത്തീൻ്റെ വീട്ടിൽ കൂടലും അതിൻ്റെ ഇടയിൽ വന്ന ചുമയും ജലദോഷവും പനിയും ഒക്കെ കൂടെ ഒരു പെട്ട അവസ്ഥയായിരുന്നു കേട്ടോ ഈ ഒരു കുറച്ച് ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ വീഡിയോസും നമ്മൾ കാര്യമായിട്ട് അപ്ലോഡ് ആക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ എന്തായാലും എല്ലാത്തുനിന്നും ഒന്ന് ഫ്രീ ആയ ദിവസമായിരുന്നു. അപ്പോൾ പിന്നെ ഉച്ചമയക്കത്തിൻ്റെ ഡീപ്പർ സ്റ്റേജിലെത്തിയപ്പോഴായിരുന്നു കെട്ടിയോൻ്റെ ഫോൺ കോൾ. ഫ്രിഡ്ജിൽ നിന്ന് വത്തക്ക എടുത്തിട്ട് നല്ല തണുത്തിട്ട് ജ്യൂസ് അടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു മധുരം കുറയ്ക്കണം എന്ന്. പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. എനിക്ക് ഈ ഒരു ജ്യൂസ് അതുപോലെ പായസം അങ്ങനെയുള്ള സ്വീറ്റ് ഐറ്റംസിലൊക്കെ അത്യാവശ്യം മധുരമിട്ട് കുടിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മധുരത്തിൽ എല്ലാവർക്കും കൊടുക്കലാണ് പതിവ്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഇന്നിപ്പോൾ മധുരം കുറച്ച് തന്നെ കേട്ടോ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഉച്ചക്ക് അടിച്ച പൈനാപ്പിൾ ജ്യൂസിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് മക്കൾക്ക് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു വത്തക്ക ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ ഞാൻ പഞ്ചസാരയിൽ ഉറുമ്പ് വരുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമ്പു ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വീണു എന്ന് വിചാരിച്ച് നോക്കിയതാണ് കേട്ടോ. നോക്കിയപ്പോൾ അത് വത്തക്കേൻ്റെ കുരു തന്നെ ആയിരുന്നു. പിന്നെ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു വോയിസ് കൊടുക്കുമ്പോൾ ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ട്. ഈ ഒരു ടൈമായിട്ടും ആൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടില്ല കേട്ടോ. പിന്നെ അതാ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിനിയിപ്പോൾ ഡിന്നർ സെറ്റാക്കാനുള്ള പരിപാടിയിലാണ്. ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് സ്വീറ്റ് കോൺ ഉണ്ട്. കുട്ടികൾക്കും എനിക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു സ്വീറ്റ് കോൺ. എന്നാലും ഇത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. ഇത്ര ഇഷ്ടമുള്ള സാധനമായിട്ടും എന്തുകൊണ്ട് ഇത് 3 ദിവസം ഉണ്ടാക്കിയില്ല എന്ന് വെച്ചാൽ എനിക്കും അറിയില്ല കേട്ടോ. അതിനുള്ളൊരു ഉത്തരം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിച്ചത്. നമ്മുടെ പുറത്ത് കാണാൻ എന്ത് ഭംഗിയാലേ, ആകാശമൊക്കെ ഒരു ഓറഞ്ച് കളറായിട്ട്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വീഡിയോയിൽ കണ്ടപ്പം നല്ലൊരു ഭംഗി തോന്നി. പിന്നെ ഞാൻ സ്വീറ്റ് കോണൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ആദ്യം ഈ ഒരു സ്വീറ്റ് കോൺ ഞാൻ കുക്കറിലിട്ടിട്ടായിരുന്നു കേട്ടോ വിസിലടുപ്പിച്ചെടുക്കുക. എനിക്കിതിൻ്റെ വേവും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് 5 മിനിറ്റ് കൊണ്ട് തന്നെ ആൾ വെന്ത് കിട്ടുമെന്ന്. മറ്റേ സാധാ കോണാണ് കേട്ടോ അത്യാവശ്യം വേവുള്ളൊരു ഐറ്റം. പിന്നെ ഇതൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒപ്പം ഡിന്നറിന് വേണ്ടിയിട്ട് നമുക്ക് ഉച്ചയ്ക്ക് വെച്ച ചിക്കൻ ബിരിയാണി ഉണ്ട് കേട്ടോ. അത് കുറച്ചേ ബാക്കിയുള്ളൂ. നമുക്ക് 4 പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോയെന്ന് ചോദിച്ചാലുണ്ട്, എന്നാലോട്ട് ഇല്ല. ആ ഒരു സ്റ്റേജിലാണ് കേട്ടോ നിൽക്കുന്നത്. അടിയിലൊക്കെ മസാലയാണ്, റൈസ് മേലെ മാത്രമേ ഉള്ളൂ. പിന്നെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ട് ഞാൻ ജ്യൂസ് അടിച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. ഈ ഒരു പാത്രം കഴുകൽ കഴിഞ്ഞാൽ തന്നെ കിച്ചണിൽ ഏകദേശം ഒന്ന് ഫ്രീ ആയ ഒരവസ്ഥയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ സ്വീറ്റ് കോണൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മക്കൾക്കുള്ള ഫുഡൊന്ന് റെഡിയാക്കി കൊടുക്കണം. ഇവിടെ 7:30 എന്നുള്ളൊരു ടൈം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഫുഡ് കഴിക്കും കേട്ടോ. അത് അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ടെങ്കിൽ കൂടി അവർ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കും. എന്നിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. സ്ഥിരമായിട്ട് ഞാൻ ശീലിപ്പിച്ചതാണെങ്കിലും നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ശ്രമിക്കാറുണ്ട്, എന്നാലും എനിക്ക് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.